ആകെ വേദനയിലാക്കിയതാണ് പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണം. ചികിത്സാ പിഴവ് മൂലമുണ്ടായ മരണം. അതിലിപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തുകയാണ് കുടുംബം. കുഞ്ഞിന് ചികിത്സ നൽകാൻ വൈകിയെന്നും ചികിത്സയ്ക്ക് 18,000 രൂപ ഡോക്ടർ ആവശ്യപ്പെട്ടെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. ഡോക്ടർക്കും മാനേജ്മെന്റിനുമെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന് DMOയെ ചുമതലപ്പെടുത്തിയെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ചികിത്സയിൽ പിഴവില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. സാമ്പത്തികം മാത്രം അവർ നോക്കിയത്, വേറെ ഒന്നല്ല നോക്കി. മുറിവില്ല ശരിക്കും, ഉള്ളായിട്ട് മുറിവാണെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയാണ്. ഇതിനു വേണ്ടിയല്ലേ ഇവരിങ്ങനെ ചെയ്തതെന്നില്ല എന്ന് നമ്മൾക്കിപ്പം എല്ലാം പറയാനില്ല കാര്യങ്ങൾ. അതുകൊണ്ട് എന്തായാലും ഇതിനെതിരെ നടപടിയെടുക്കണം. പണത്തിന് വേണ്ടിയിട്ട് ചെയ്തു, വേറെ ഒന്നല്ല. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം നമ്മൾ ആസ്പത്രിയിൽ പോകുന്നുണ്ട്. അവിടുന്ന് ഒരു തീരുമാനമാക്കിയിട്ട് നമുക്ക് ഇവരെ അറസ്റ്റ് ചെയ്യണം. അതെല്ലാം തന്നെയാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നം. സംഭവിച്ച ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റേ ബേബി മെമ്മോറിയലിലെ കണ്ണൂർ ആശുപത്രിയിലാണ് ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ചുണ്ട് പൊട്ടി അതിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടെ നിന്ന് അനസ്തേഷ്യ കൊടുത്തപ്പോൾ രോഗിക്ക് കൂടുതലായതുകൊണ്ട് കോഴിക്കോട്ടേക്ക് മാറ്റി. ബേബി മെമ്മോറിയൽ തന്നെ അവിടെ വെച്ച് കുട്ടി മരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DMOനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പോലീസിനും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അർജുൻ കല്യാണാണ് ചെയ്തത്. അർജുൻ, ഈ കുടുംബം ഉയർത്തുന്ന ആരോപണങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഗൗരവമുള്ളതാണ്. മാത്രമല്ല, കുട്ടിക്ക് അനസ്തേഷ്യ നൽകാനുള്ള സാഹചര്യം തന്നെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും ബാക്കിയാണ്. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. മൃതദേഹവുമായി ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനമല്ലേ? വിനീത, തീർച്ചയായിട്ടും നിയമ പോരാട്ടം നടത്തും, അത് തുടരും എന്നുള്ള കാര്യം കുടുംബം വ്യക്തമാക്കുന്നു. എത്രമാത്രം ശക്തിയോടുകൂടി ഈ വലിയ ആശുപത്രി ലോബിക്കെതിരെ ഈ നിയമ പോരാട്ടം നടത്താൻ വേണ്ടി കഴിയും എന്നുള്ള ആശങ്ക ആ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ആ കുടുംബത്തിലുള്ള ഓരോ ആളുകളും, അവിടെ കൂടിയിട്ടുള്ള ഓരോ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ പറയുന്നത് ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ല എന്നാണ്. കാരണം നിസാരമായ ഒരു മുറിവ് മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ആ കുട്ടിയുടെ മൃതദേഹം കാണുമ്പോൾ പോലും മനസ്സിലാവുന്നുണ്ട്. അതിൽ ചെറിയൊരു മുറിവ് മാത്രമേ ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ചുണ്ടിന് ഒരു ചെറിയ മുറിവ് പറ്റിയിരുന്നു, താഴെ താടിയെല്ലിൻ്റെ ഭാഗത്തും ചെറിയൊരു മുറിവുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഉൾപ്പെടെ ആ കുട്ടിയുടെ മൃതദേഹം കണ്ടതാണ്. ആ സമയത്ത് ആ രണ്ട് ഭാഗങ്ങളിലും അങ്ങനെ കാര്യമായ രീതിയിൽ, പ്രകടമായ രീതിയിലുള്ള ഒരു മുറിവും ആ കുട്ടിയുടെ ദേഹത്ത് നിലവിൽ കാണാനില്ല എന്നുള്ളതാണ്. അതായത് 2 ദിവസം ഒരുപക്ഷെ ചെറിയ ഒന്ന് മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരുന്ന് വെച്ചിരുന്നുവെങ്കിൽ മാത്രം ആ മുറിവ് ഉണങ്ങിപ്പോകുമായിരുന്നു. അതിനുവേണ്ടിയാണ് കുട്ടിയെ അനസ്തേഷ്യ നൽകുകയും ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കിയതും അവസാനം ആ കുട്ടിയുടെ ജീവൻ എടുക്കുകയും ചെയ്തത്. കുടുംബം ഇന്ന് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ അനസ്തേഷ്യ നൽകാനുള്ള സാഹചര്യമെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിക്കണം. അതുപോലെ തന്നെ ആദ്യം തന്നെ ആശുപത്രിയിൽ നിന്നും ആവശ്യമായി വരുന്നത് അനസ്തേഷ്യ നൽകാൻ 18,000 രൂപയാകും എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. ഈ അനസ്തേഷ്യ നൽകുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസിനെ പറ്റി, അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊന്നും കുടുംബത്തെ ഒരു തരത്തിലും ബോധിപ്പിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട്. ആ തരത്തിൽ ഗുരുതരമായിട്ടുള്ള ചില പരാതികൾ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അന്വേഷണം ഒരു ഭാഗത്തൂടെ നടക്കുകയാണ്. അവർ പറയുന്നത് നിലവിൽ ഒരു ഡോക്ടറെ മാത്രമാണ് ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുള്ളത്. അതുപോരാ, അവിടെ ഉണ്ടായിരുന്ന മറ്റ് 2 ഡോക്ടർമാരുണ്ട്, അവരെ പ്രതി ചേർക്കണം. അതോടൊപ്പം തന്നെ ആശുപത്രി മാനേജ്മെൻറ്റിനെയും പ്രതി ചേർക്കണം. പോലീസിൻ്റെ ഭാഗത്തും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ DMOയുടെ നേതൃത്വത്തിൽ ഇതൊരു മെഡിക്കൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഇതേ വിഭാഗത്തിൻ്റെ, അനസ്തേഷ്യ വിഭാഗത്തിൻ്റെ പരിയാരം മെഡിക്കൽ കോളേജിലുള്ള മേധാവി, അതുപോലെ തന്നെ മറ്റു വകുപ്പുകളുടെ മേധാവികളെല്ലാം ചേർന്നിട്ടുള്ള ഒരു ടീമിനെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയിലെ മുഴുവൻ മെഡിക്കൽ റെക്കോർഡുകളും ഈ സംഘം പരിശോധിക്കും. അതിനുശേഷം എങ്ങനെയാണ് ചികിത്സാ പിഴവ് ഉണ്ടായത്, അല്ലെങ്കിൽ അതിനകത്ത് എത്രമാത്രം വലിയ ചികിത്സാ പിഴവാണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഈ അന്വേഷണ സമിതി പോലീസിനും അതുപോലെ തന്നെ DMOക്കും റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ ന്യായയുക്തമായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം പരിപൂർണമായിട്ടുള്ള പിന്തുണ പോലീസ് നൽകുമെന്നുള്ള കാര്യം കൂടി പോലീസ് ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ കുടുംബം പറയുന്നത് ഒരുപാട് വൈകി ഇതിനകത്തൊരു നീതി ലഭിച്ചത് കൊണ്ട് കാര്യമില്ല, വളരെ വേഗത്തിൽ ഇതിനകത്ത് നടപടി വേണം, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുകയാണ്. അതാണ്, ഒരു കുഞ്ഞിനും ഇനി അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് ആ കുടുംബം പറയുന്നത്. നീതി കിട്ടിയേ മതിയാകൂ. ഏതായാലും DMOയെ അന്വേഷണത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നടപടി ഉണ്ടാകുമെന്ന് നമ്മളും